ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയചന്ദ്രൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സ്വിച്ച് കേസ് വരെയുള്ള ടോപ്പിക്സ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഐട്രേഷൻ അല്ലേ. ഐട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം മോർ ദാൻ വൺ ടൈംസ് സെയിം സ്റ്റേറ്റ്മെൻറ്റ്സിനെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റിനെ എനിക്ക് മോർ ദാൻ വൺ ടൈംസ് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മളത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് വേണം എഴുതാൻ. ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻട്രി കൺട്രോൾ, സെക്കൻഡ് വൺ എക്സിറ്റ് കൺട്രോൾ. എൻട്രി കൺട്രോൾ ആൻഡ് എക്സിറ്റ് കൺട്രോൾ. ഇവിടെ എൻട്രി കൺട്രോൾ പറയുമ്പോൾ എന്താണ് വരുന്നത്? എന്താ ചെയ്യുന്നത്? ലൂപ്പിലോട്ട് എൻട്രി ചെയ്യുന്ന സമയത്ത് ആണ് അത് കൺട്രോൾ ചെയ്യുന്നത്, അതായത് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ഡിസിഷൻ എടുക്കുന്നത്. മനസ്സിലായോ? എക്സിറ്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമായിരിക്കും അതിൻ്റെ ഡിസിഷൻ എടുക്കുന്നത്. ഏതാണ് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടിയെന്നുള്ള ഡിസിഷൻ എടുക്കുന്നത്. മനസ്സിലായോ? അതായത് ഏറ്റവും ലാസ്റ്റ് ലൂപ്പിൻ്റെ ലാസ്റ്റിലായിരിക്കും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഇതാണെങ്കിൽ ലൂപ്പിൻ്റെ ഫസ്റ്റിലായിരിക്കും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ വൈൽ ലൂപ്പ് വരും. വൈലും ഫോറും രണ്ടും വരുന്ന ഏതിലാണ്? എൻട്രി കൺട്രോളിലാണ്. ഇതിൽ രണ്ടിലും കണ്ടീഷൻ നമ്മൾ ഫസ്റ്റിൽ ചെക്ക് ചെയ്യും. അതേസമയം എക്സിറ്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഡു വൈൽ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഡു വൈൽ, മനസ്സിലായോ? ഈ ഡു വൈൽ സ്റ്റേറ്റ്മെന്റിനകത്ത് നമ്മൾ എന്താണ് ഏറ്റവും ലാസ്റ്റിലാണെങ്കിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് അത് ലൂപ്പ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടതെന്നുള്ളത് ഒരു പ്രാവശ്യം ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് ലാസ്റ്റ് വന്നതിന് ശേഷമാണ് അത് ഡിസിഷൻ എടുക്കുന്നത്. അവിടെയാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഇതിലാണെങ്കിൽ ഫസ്റ്റിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ആദ്യം വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് പറയാം. വൈൽ ലൂപ്പ് പറയുമ്പം എങ്ങനെ പറയുന്നത്? വൈൽ ബ്രാക്കറ്റിനകത്ത് കണ്ടീഷൻ, ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തു, സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞു, ക്ലോസ് ചെയ്തു. മനസ്സിലായോ? അതേസമയം നമ്മൾ ഡു വൈലാണ് കൊടുക്കുന്നതെങ്കിൽ ഇത് നമുക്ക് വൈലും ഡു വൈലും ആദ്യം പറഞ്ഞു പോവാം. അത് രണ്ടുമാണ് നമുക്ക് കമ്പയർ ചെയ്ത് പറയാൻ എളുപ്പമുള്ളത്. ഡു വൈലാണ് പറയുന്നതെങ്കിൽ എങ്ങനെ പറയും? ഡു ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യാം, സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കാം, ഇത് ക്ലോസ് ചെയ്യാം. വൈൽ ഇതിനകത്ത് കണ്ടീഷൻ പറയാം. ഇതില് സെമികോളൻ കൊടുക്കണം. മനസ്സിലായോ? ഡു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞു, വൈൽ കണ്ടീഷൻ ഏറ്റവും എൻഡിലായിട്ട് എന്ത് പറയണം? സെമികോളൻ പറയണം. അതേസമയം ഇവിടെ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലാണ് കണ്ടീഷൻ വരുന്നത്. ഇഫ് എൽസിലൊക്കെ നമ്മൾ കൊടുക്കുന്ന പോലെ ഇഫിൽ കണ്ടീഷൻ പറയില്ല, അവിടെ നമ്മൾ സെമികോളൻ കൊടുക്കില്ല. അതുപോലെ തന്നെ വൈലിനകത്ത് ഈ കണ്ടീഷൻ പറയുകയാണ്, ഇവിടെ നമ്മൾ സെമികോളൻ കൊടുക്കില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് തിരിച്ചു വരും. ഓക്കെ, അതുപോലെ ഇവിടെ ആണെങ്കിൽ ഡു സ്റ്റാർട്ട് ചെയ്തു, ബ്ലോക്കിനകത്ത് സ്റ്റേറ്റ്മെന്റ്സ് എഴുതി, ഏറ്റവും എൻഡിൽ വരുമ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഇവിടെ നമുക്ക് മസ്റ്റായിട്ട് സെമികോളൻ കൊടുക്കണം. ഓക്കെ, അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇപ്പോൾ വൈൽ ലൂപ്പ് വെച്ചിട്ടാണ് ഞാനൊരു ഇത് എഴുതുന്നതെങ്കിൽ എങ്ങനെ പറയാം? ഒരു വേരിയബിൾ അല്ലേ, ലൂപ്പ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിൾ വേണം നമുക്ക്. ലൂപ്പ് കൺട്രോൾ ചെയ്യാൻ ഒരു വേരിയബിൾ കൊടുത്തു. ഇവിടെ പറയണം വൈൽ ഐ ലെസ് ദാൻ ഈക്വൽ ടു 10 ആണോ നോക്കി അല്ലേ. ലെസ് ദാൻ ഈക്വൽ ടു 10 ആണെങ്കിൽ എന്താണ്? കണ്ടിന്യൂ ചെയ്യുക അല്ലേ. അതാണ് കണ്ടീഷൻ പറഞ്ഞത്. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിനകത്തോട്ട് എൻട്രി ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു printf %d കോഡ്സിനകത്ത് എന്ത് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു? ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു അല്ലേ. എന്നിട്ട് ഐ ഇവിടെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം, കാരണം നെക്സ്റ്റ് ടൈം 0 നിന്ന് 1 ആവണം അല്ലേ. ഒന്നുകിൽ ഇവിടെ തന്നെ പറയാം I++ എന്ന് ഇവിടെ പറയാം, അതല്ലാന്നുണ്ടെങ്കിൽ I++ എന്നുള്ളത് താഴെ പറയാം. പ്രിന്റ് ചെയ്തതിന് ശേഷം ഐയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഇതിനകത്ത് എന്താ പറഞ്ഞ? ഐയുടെ വാല്യൂ കണ്ടീഷൻ ചെക്ക് ചെയ്തു, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ലൂപ്പിൽ എൻട്രി ചെയ്തു, ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ ഇൻക്രീസ് ചെയ്തു അല്ലേ. ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ നമ്മൾ എപ്പോഴും ചേഞ്ച് ചെയ്ത് കൊടുക്കണം, കാരണം അത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഈ വാല്യൂ ഫോൾസ് ആവില്ല അല്ലേ. ഇപ്പോൾ ഫസ്റ്റ് ടൈം ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഐ ഇവിടെ ലെസ് ദാൻ 10 ആണ്.
ഐ പ്രിന്റ് ചെയ്തു. ഞാനിപ്പോൾ ഈ സ്റ്റെപ്പ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഐയുടെ വാല്യൂ 0 തന്നെയാണ്. വീണ്ടും ലൂപ്പ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഐയുടെ വാല്യൂ 0 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ നമുക്കൊരു ഫോർമാറ്റിലൊക്കെ പ്രിന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്പേസ് ഇട്ടോ നെക്സ്റ്റ് ലൈനിലൊക്കെ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇവിടെ /n കൊടുക്കാം കേട്ടോ. /n സ്പേസ് ഇട്ടിട്ട് ഐ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ആദ്യം എന്ത് ചെയ്യും, 0 എന്ന് പ്രിന്റ് ചെയ്യും, നെക്സ്റ്റ് ടൈം 1 എന്ന് പ്രിന്റ് ചെയ്യും, വീണ്ടും ലൂപ്പ് കൺട്രോൾ ചെയ്യുന്നു അല്ലേ, കണ്ടിന്യൂ ചെയ്യുന്നു, അടുത്ത 2 പ്രിന്റ് ചെയ്തു, ഇൻക്രീസ് ചെയ്തു അല്ലേ, ഇങ്ങനെ പ്രിന്റ് ചെയ്യും. ഏതുവരെ പ്രിന്റ് ചെയ്യും, <= ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ 10 വരെ പ്രിന്റ് ചെയ്യും. 10 കഴിഞ്ഞ് 10 പ്രിന്റ് ചെയ്തു അല്ലേ, = പറഞ്ഞപ്പോൾ 10 പ്രിന്റ് ചെയ്തു. നെക്സ്റ്റ് ടൈം വരുമ്പോൾ 11 ആയി വീണ്ടും കൺട്രോൾ ഇവിടെ ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഇങ്ങോട്ട് മൂവ് ചെയ്ത് കണ്ടീഷൻ ചെക്ക് ചെയ്തു, 11 <= 10 അല്ലേ. അപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആയി. കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ എന്താ ചെയ്യുന്നത്, ഇതിവിടെ നിന്ന് നേരെ ഔട്ട് ചെയ്ത് പുറത്ത് വരും. അപ്പോൾ ബാക്കി സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ളത് എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. അതല്ല പ്രോഗ്രാം എൻഡ് ആണെങ്കിൽ അതവിടെ എൻഡ് ചെയ്ത് പുറത്ത് വരും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇതേ പ്രോഗ്രാം നമ്മൾ ഡു വൈൽ വെച്ച് എഴുതുവാണെങ്കിൽ സെയിം തന്നെയാണ് പറയുന്നത്. എന്താ പറയുക, ഐ = 0 പറഞ്ഞു, ഐ = 0 വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡു സ്റ്റാർട്ട് ചെയ്യുക, ബ്ലോക്ക് ഓപ്പൺ ചെയ്തു. ബ്ലോക്ക് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെ പറയണം, printf %new line അല്ലേ, അത് ഫോർമാറ്റിന് വേണ്ടി പറഞ്ഞതാണ്. എന്നിട്ട് ഐ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. ഐ എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്തു അല്ലേ. ഇത് കഴിയുമ്പോൾ ഐയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ഐയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തു. അത് കഴിഞ്ഞിട്ടോ ഇവിടെ എന്താ പറഞ്ഞ, വൈൽ ഐ <= 10 എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞ, ഇവിടെ ഐയുടെ വാല്യൂ 10-നേക്കാൾ ലെസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, കണ്ടിന്യൂ ചെയ്യണം അല്ലേ. അപ്പോൾ വീണ്ടും ലൂപ്പ് കൺട്രോൾ ഇവിടെ വരും. മനസ്സിലായോ? ലൂപ്പ് കൺട്രോൾ ഇവിടെ വന്നു. വീണ്ടും ഇപ്പോൾ ഐ ഇൻക്രീസ് ചെയ്ത് 3 1 ആയി നിൽക്കുവാണ്. ആ വാല്യൂ പ്രിന്റ് ചെയ്തു. വീണ്ടും ഇൻക്രീസ് ചെയ്ത് 2 ആയി. മനസ്സിലായോ? ഇൻക്രീസ് ചെയ്ത് 2 ആയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്തു അല്ലേ, കണ്ടീഷൻ ട്രൂ ആയി. അപ്പോൾ എപ്പോഴാണോ ഐയുടെ വാല്യൂ 11 ആവുന്നത്, അപ്പോൾ ഇവിടെ ഉള്ള പ്രശ്നം എന്താണെന്നറിയോ, ഇവിടെ ഐ ഇൻക്രീസ് ചെയ്തിട്ട് 10 വരെ പ്രിന്റ് ചെയ്തു നോക്കിയോ. 10 കഴിഞ്ഞിട്ട് എന്തായി, ഇൻക്രീസ് ചെയ്ത് 11 ആയി. 11 ആകുമ്പോൾ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോൾ എന്തായി, ഫോൾസ് ആയി. അപ്പോൾ തന്നെ ഔട്ട് ചെയ്യും. മനസ്സിലാവുന്നുണ്ട്? അപ്പം ഇതിന് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഇത് കണ്ടീഷൻ ചെക്ക് ചെയ്ത് ട്രൂ ആണെങ്കിൽ മാത്രമേ ലൂപ്പിനകത്ത് എൻട്രി ആവുള്ളൂ. ഇതങ്ങനെയല്ല, ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്ത് പോയതിന് ശേഷം മാത്രമേ ഇവിടെ എന്താണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുള്ളൂ. അത് രണ്ടാണ് ഇതിന് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മളിത് എവിടെ ഇത് അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് ചെയ്യണം. ഇപ്പം ഞാൻ ഒരു മെനു പ്രോഗ്രാമായിട്ടൊക്കെ എഴുതി, മെനു സെലക്ഷൻ കൊടുത്തു. അപ്പോൾ മെനു അങ്ങനെ വരുമ്പോൾ ആദ്യം ഫസ്റ്റിൽ നമുക്ക് മെനു ഡിസ്പ്ലേ ചെയ്യണം അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഈ ഡൂവിനകത്ത് നമ്മൾ മെനു ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചിട്ട് വാല്യൂ എൻട്രി ചെയ്യും, വാല്യൂ റീഡ് ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? വാല്യൂ റീഡ് ചെയ്തിട്ട് അത് എക്സിറ്റ് കണ്ടീഷനാണ്, എക്സിറ്റിൻ്റെ ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ മാത്രം എക്സിറ്റ് ആവും. അങ്ങനെയുള്ളൊരു കേസൊക്കെ നമുക്ക് വരാം അല്ലേ. അങ്ങനെ വരുമ്പോഴാണ് അങ്ങനെയൊക്കെ ഉള്ള കേസിൽ നമ്മൾ എന്ത് കൊടുക്കണം, ഡു വൈൽ തന്നെ കൊടുക്കണം. പിന്നെ അതല്ലാത്ത ചില കേസുകൾ വരും, നമുക്കത് പ്രോഗ്രാമിൻ്റെ ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അല്ലേ. ചില കേസിൽ നമുക്ക് ഫസ്റ്റിൽ അത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മതി എന്നുള്ള കേസിൽ നമ്മൾ എന്ത് കൊടുക്കും, ഡു വൈൽ കൊടുക്കും അല്ലേ. അല്ലാത്ത കേസിൽ എന്ത് കൊടുക്കാം, വൈൽ ലൂപ്പ് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഫോറിൻ്റെയും കൂടെ സിൻടാക്സ് നമുക്ക് ഇവിടെ പറയാം. പറഞ്ഞിട്ട് മൂന്നും കൂടെ ഒന്നിച്ച് എൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞു പോവാം. ഫോർ ലൂപ്പ് പറയുമ്പോൾ എൻ്റെ സിൻടാക്സ് വരുന്നത് ഫോർ എന്നുള്ള കീവേഡ് കൊടുക്കുന്നു, ബ്രാക്കറ്റിനകത്ത് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇനിഷ്യലൈസേഷനാണ്. മനസ്സിലായോ? ഇനിറ്റ് വാല്യൂ എന്ന് ഞാൻ കൊടുക്കുന്നത് അത് ഇനിഷ്യലൈസേഷനാണ്. സെമിക്കോളൻ കണ്ടീഷൻ കൊടുക്കുന്നു, വീണ്ടും സെമിക്കോളൻ സ്റ്റെപ്പ് വാല്യൂ. മനസ്സിലായോ? സ്റ്റെപ്പ് വാല്യൂ. അപ്പോൾ ഓക്കെ, ഇവിടെയും നമ്മൾ സെമിക്കോളൻ കൊടുക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ സെമിക്കോളൻ കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റുക എന്നുള്ളത് പറഞ്ഞുതരാം. എന്നിട്ട് ഇവിടെ കേളി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്തു, സ്റ്റെപ്സ് എഴുതി ക്ലോസ് ചെയ്തു. കണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞാൽ ലൂപ്പിന് മുകളിൽ ഇനിഷ്യലൈസേഷൻ കൊടുത്തു അല്ലേ. ലൂപ്പിനകത്തൊരു ഒരിക്കലും നമ്മൾ ഇവിടെ ഡു വൈൽ ഇനിഷ്യലൈസേഷൻ കൊടുക്കരുത്. എന്തുകൊണ്ടാണ്? ഓരോ പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ I0 ആയി പോകും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഡു സ്റ്റാർട്ട് ചെയ്തു, ഞാൻ ഈ ഇതിനകത്താണ് ഇനിഷ്യലൈസേഷൻ കൊടുത്തതെങ്കിൽ ആദ്യമേ ഫസ്റ്റ് ടൈം ഓക്കെയാണ്, ഐയുടെ വാല്യൂ 0 ആയി പ്രിന്റ് ചെയ്തു, ഐ ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞു അല്ലേ. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യില്ലേ. അപ്പോൾ ലൂപ്പിനകത്താണ് I=0 വരുന്നെങ്കിൽ ഐ വീണ്ടും 0 ആയി പോകും. മനസ്സിലായോ? അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ പ്രോഗ്രാമിൽ നിന്ന് ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവില്ല. ഇതൊരു ഇൻഫിനിറ്റ് ലൂപ്പായിട്ട് കിടക്കും. മനസ്സിലായോ? എപ്പോഴും 0 0 0 സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ 0 ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും.
0 പ്രിന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഓരോ പ്രാവശ്യം ഇവിടെ ഇൻക്രിമെന്റ് കൊടുത്തിരുന്നാൽ തന്നെയും ഇതിനകത്ത് ഇനിഷ്യലൈസേഷൻ വരുവാണെങ്കിൽ എന്താവും, വീണ്ടും അത് റീഇനിഷ്യലൈസ് ആവും, 0 ആയി പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും നമുക്ക് മിസ്റ്റേക്ക് സ്റ്റാർട്ടിങ് പ്രോഗ്രാം ചെയ്യുന്നവർക്ക് വരാവുന്ന മിസ്റ്റേക്കുകളാണ് അതൊക്കെ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഐയുടെ വാല്യൂ 0 എന്നുള്ളത് എപ്പോഴും ലൂപ്പിൻ്റെ മേളിൽ കൊടുക്കുക. ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത് വൈലായാലും ഡു വൈലായാലും ലൂപ്പിൻ്റെ മേളിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് ഇനിഷ്യലൈസേഷന് വേണ്ടി ഒരു പാർട്ടുണ്ട്, സെമികോളൻ കൊടുത്തു. കണ്ടീഷന് വേണ്ടി ഒരു പാർട്ടുണ്ട്, സെമികോളൻ കൊടുത്തു. സ്റ്റെപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഐയുടെ വാല്യൂ നെക്സ്റ്റ് ടൈം എന്താവണം എന്നുള്ളതാണ് എന്ത് പറയുന്നത്, സ്റ്റെപ്പ് വാല്യൂ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഓക്കെ, നമുക്ക് ഈ സെയിം പ്രോഗ്രാം തന്നെ ഫോർ ലൂപ്പ് വെച്ചിട്ടൊന്ന് എഴുതി നോക്കാം. അപ്പോൾ ഫോറിനകത്ത് എന്താ പറയുന്നത്, ഫോർ ഫസ്റ്റിൽ ഇനിഷ്യലൈസേഷൻ അല്ലേ. ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഐ ഈക്വൽ ടു 0 സെമികോളൻ കൊടുത്തു. ഐ ലെസ് ദാൻ ഈക്വൽ ടു 10 അതാണ് കണ്ടീഷൻ, അത് പറഞ്ഞു. സെമികോളൻ കൊടുത്തു. സ്റ്റെപ്പ് വാല്യൂ എന്താണ്, 1 വെച്ച് ഇൻക്രീസ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ സ്റ്റെപ്പ് വാല്യൂ കൊടുത്തു അല്ലേ. ഇതിനകത്ത് ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തു. എന്ത് പറയാം, printf %d ന്യൂ ലൈൻ കോഡ്സിനകത്ത് ഇട്ടു. എന്നിട്ട് ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു അല്ലേ. ക്ലോസ് ചെയ്തു. ഇവിടെയും നമ്മൾ ഇഫ് എൽസ് ഇഫ് ഒക്കെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ്. സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമുക്ക് ഈ ബ്ലോക്ക് മസ്റ്റ് അല്ല, പക്ഷെ മോർ ദാൻ 1 സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ബ്ലോക്ക് കൊടുക്കണം. ഓക്കെ, സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ബ്ലോക്ക് മസ്റ്റ് അല്ല, മോർ ദാൻ 1 സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്ത് തന്നെ പോകണം. അപ്പോൾ നമ്മൾ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആയാലും ബ്ലോക്ക് ചെയ്തോ, അപ്പോൾ പിന്നെ നമുക്ക് ആ എറർ വരില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റിൽ വന്ന എന്താണ്, ഇനിഷ്യലൈസേഷൻ വന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്തു, ഇൻക്രിമെന്റ് ചെയ്തു അല്ലേ, സ്റ്റെപ്പ് വാല്യൂയിൽ പോയി. അപ്പോൾ ആദ്യം പ്രോഗ്രാം ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നേരെ ഇവിടെ വരുന്ന കൺട്രോൾ ഇവിടെ വരുന്നത്, ഇനിഷ്യലൈസ് ചെയ്തു, ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോയി, കണ്ടീഷൻ ചെക്ക് ചെയ്തു, കണ്ടീഷൻ ട്രൂ ആണ് അല്ലേ. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ എന്ത് ചെയ്യാൻ പറഞ്ഞു, ഇത് പ്രിന്റ് ചെയ്തു അല്ലേ. പ്രിന്റ് ചെയ്തപ്പോൾ എന്താ പ്രിന്റ് ചെയ്ത ആദ്യം 0 ഒന്ന് പ്രിന്റ് ചെയ്തു. 0 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ പോകുന്നത് എന്താണെന്നറിയാമോ, എങ്ങോട്ടാണെന്നറിയാമോ, നേരെ സ്റ്റെപ്പ് വാല്യൂയിൽ വരും. ഇതാണ് എൻ്റെ ലൂപ്പിൻ്റെ കൺട്രോൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്നുള്ള ഈ പറയുന്നത്. നേരെ സ്റ്റെപ്പ് വാല്യൂയിൽ വന്നു. സ്റ്റെപ്പ് വാല്യൂയിൽ വന്ന് ഇൻക്രീസ് ചെയ്ത് എത്രയാക്കി, 1 ആക്കി. 1 ആക്കി കഴിഞ്ഞാൽ നേരെ വീണ്ടും ഇവിടെ വരും. ഇവിടെ വന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിനകത്ത് കയറുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്, എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. വൈലും 4ഉം എൻട്രി കൺട്രോൾ ലൂപ്പാണ്. അപ്പോൾ ഇവിടെ ഇത് ചെയ്തു. ഇത് ചെയ്തിട്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും എന്ത് ചെയ്തു, പ്രോഗ്രാം ബ്ലോക്കിലേക്ക് എൻട്രി ചെയ്തു അല്ലേ. ബ്ലോക്കിൽ എൻട്രി ചെയ്തപ്പോൾ എന്ത് പ്രിന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, 1 പ്രിന്റ് ചെയ്തു. വീണ്ടും സ്റ്റെപ്പ് വാല്യൂയിൽ പോയി, എത്രയായി, 2 ആയി. കണ്ടീഷൻ ചെക്ക് ചെയ്തു, 2 പ്രിന്റ് ചെയ്തു അല്ലേ. അങ്ങനെ ഏതുവരെ പ്രിന്റ് ചെയ്യും, 10 വരെ പ്രിന്റ് ചെയ്തു. 10 കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ വന്നിട്ട് ഇൻക്രീസ് ചെയ്തു അല്ലേ, 11 ആയി. 11 ആയി കഴിഞ്ഞാൽ കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോൾ എന്തായി, കണ്ടീഷൻ ഫോൾസ് ആയി. അപ്പം നേരെ ഇത് താഴെ ഔട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ അല്ലേ. ഇതാണ് ഫോർ ലൂപ്പ് പറയുന്നത്. പിന്നെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞല്ലേ, ഇതിനെ ഒന്നിനും പിന്നെ എൻഡിൽ സെമികോളൻ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ സപ്പോസ് ഈ ഫോർ ലൂപ്പിൽ ഞാനിപ്പോൾ ഇങ്ങനെ സെമികോളൻ കൊടുത്തു എന്ന് വയ്ക്കുമോ, ഇങ്ങനെ സെമികോളൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്, ഇതിപ്പം ഐയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തു അല്ലേ. ഐയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ ഇവിടെ സെമികോളൻ കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് 4ൻ്റേതായിട്ട് എടുക്കില്ല, ഫോർ ലൂപ്പിൻ്റേതായിട്ട് എടുക്കില്ല. മനസ്സിലായോ, 4ൻ്റേതായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ഇത്രയും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ 4ൽ വരുള്ളൂ. 4 എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ലൂപ്പിനകത്ത് വരുന്നുള്ളൂ. മനസ്സിലായോ. അപ്പോൾ ഇവിടെ ഇനിഷ്യലൈസ് ചെയ്തു, അത് കഴിഞ്ഞ് ഇതിനകത്തില്ല. അപ്പോൾ എന്താണ്, ഇവിടെ വന്ന് ഇൻക്രീസ് ചെയ്തു, കണ്ടീഷൻ ചെക്ക് ചെയ്തു, ട്രൂ ആണ്. വീണ്ടും ഇൻക്രീസ് ചെയ്തു, കണ്ടീഷൻ ചെക്ക് ചെയ്തു, ട്രൂ ആണ്. ഇവിടെ വന്നു ഇൻക്രീസ് ചെയ്തു അല്ലേ. അങ്ങനെ ഓരോ പ്രാവശ്യവും ഇൻക്രീസ് ചെയ്ത് ഏതുവരെ പോകും, 10 വരെ ആകുമ്പോൾ ട്രൂ ആണ് അല്ലേ. 11 ആയിട്ട് വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഫോൾസ് ആയി അല്ലേ. അപ്പോൾ എന്ത് അടുത്ത സ്റ്റെപ്പിൽ വരും. അപ്പോൾ അപ്പോഴാണ് ഇത് പ്രിന്റ് എഫിലോട്ട് കയറി വരുന്നത്. മനസ്സിലായോ. അപ്പോൾ പ്രിന്റ് എഫ് എന്ന് പറയുന്ന റിപ്പീറ്റ് സ്റ്റേറ്റ്മെന്റിൽ കിടക്കുന്നില്ല, ഒറ്റ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇപ്പം 11 ആയപ്പോഴല്ലേ ഔട്ട് ചെയ്തത്. അപ്പോൾ 11 ആയപ്പോൾ ഔട്ട് ചെയ്യുമ്പോൾ പ്രിന്റ് ചെയ്യാൻ പറയുമ്പോൾ എന്ത് പ്രിന്റ് ചെയ്യും, 11 മാത്രം പ്രിന്റ് ചെയ്യും. നമുക്ക് പ്രിന്റ് ചെയ്യേണ്ട ഔട്ട്പുട്ട് എന്താണ്, 0 to 10 ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇങ്ങനെ ഇവിടെ ഒരു സെമികോളൻ വന്നു പോയാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും, 11 ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. അതാണ് സംഭവം. അപ്പം ഇതിന് ഉള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സെമികോളൻ ഇടാൻ പാടില്ല. ഓക്കെ, ഞാൻ ഈ 3 ഇതിൻ്റെയും സിൻറ്റാക്സ് ഒന്നിച്ച് പറഞ്ഞ കാര്യം നമുക്ക് ഒരേ പ്രോഗ്രാം തന്നെ ഈ ഓരോ ഇതും വെച്ചിട്ട് എഴുതി പോവാം. അപ്പോൾ നമുക്ക് കൂടുതൽ കമ്പയർ ചെയ്ത് എങ്ങനെയാണ് അതിൻ്റെ വേരിയേഷൻ വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം അതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം.
എന്താണ് ഓഡ് നമ്പേഴ്സ് ബിലോ 20 പറയുന്നത് അല്ലേ. ഓഡ് നമ്പേഴ്സ് ബിലോ 20 എന്ന് പറയുമ്പോൾ ഏതാ 1, 3, 5, 7 അപ് ടു ഏതുവരെ പോകണം 19 വരെ പോകണം. അപ്പോൾ 19 വരെ പോകണമെങ്കിൽ ബിഗിനിങ്ങിൽ ഐ എന്തായി 1 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു അല്ലേ. അത് കഴിഞ്ഞിട്ട് വൈ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ കണ്ടീഷൻ പറയുക ഐ ലെസ് ദാൻ 20 എന്ന് പറഞ്ഞാൽ മതി അല്ലേ, കാരണം 19 വരെ വരുന്നുള്ളൂ. എന്നിട്ട് എന്ത് പറയുക ഇവിടെ പ്രിന്റ് ഓഫ് %d ഇവിടെ ഗ്യാപ്പ് ഇട്ട് പറയാനാ സിംഗിൾ ലൈനിലാണ് കൊടുത്തേക്കുന്ന ഔട്ട്പുട്ട് അല്ലേ. അപ്പോൾ /t കൊടുക്കാം, കോമ ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യിപ്പിച്ചു അല്ലേ. ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്തു. ഇതിന് അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം ഐ += 2 അല്ലേ. 2 ആണ് ഇൻക്രീസ് ആവേണ്ടത് അല്ലേ. അപ്പോൾ എന്ത് കൊടുക്കാം += 2 എന്ന് കൊടുക്കാം. മനസ്സിലായോ? ഐ += 2. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഐ <20 ആണ്. അപ്പോൾ എത്ര വന്നു 3 എന്ന് പ്രിന്റ് ചെയ്തു. വീണ്ടും എന്തായി അത് 5 ആയി. മനസ്സിലായോ? അങ്ങനെ ഏതുവരെ പോകും 19 വരെ പോകും അല്ലേ. 19 വരെ പോയിട്ട് അപ്പോഴും ട്രൂ ആണ്. 19 പ്രിന്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോൾ എന്തായി ഇൻക്രീസ് ചെയ്ത് എത്രയായി 21 ആയി അല്ലേ. 21 ആകുമ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആയി അല്ലേ. കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ നേരെ ഇതിൽ നിന്ന് ലൂപ്പിൽ നിന്ന് ഔട്ട് ചെയ്ത് പുറത്ത് വരും. ഓക്കെ, അത് അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യും സെയിം ഇത് തന്നെ കോഡ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഡു വൈൽ വെച്ചിട്ട് എഴുതി നോക്കാം അല്ലേ. ഇപ്പോൾ ഡു വൈൽ വെച്ച് എഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത് ഐയുടെ വാല്യൂ 1 അല്ലേ. ഡു സ്റ്റാർട്ട് ചെയ്തു, ബ്ലോക്ക് ഓപ്പൺ ചെയ്തു, പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു അല്ലേ. പ്രിന്റ് ഓഫ് %d /t, i അല്ലേ. എന്നിട്ട് ഐ += 2 എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ് കണ്ടീഷൻ വൈൽ ഐ <20 അല്ലേ. അപ്പോൾ ബിഗിനിങ്ങിൽ ഐയുടെ വാല്യൂ 1 ആണ്, പ്രിന്റ് ചെയ്തു 1 പ്രിന്റ് ചെയ്തു അല്ലേ. എന്നിട്ട് ഐ ഇൻക്രീസ് ചെയ്തിട്ട് എത്രയായി 3 ആയി. കണ്ടീഷൻ ട്രൂ ആണ് അല്ലേ. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ വീണ്ടും കണ്ടിന്യൂ ചെയ്തു, അടുത്ത വാല്യൂ പ്രിന്റ് ചെയ്തു അല്ലേ. അങ്ങനെ അപ് ടു ഏതുവരെ പ്രിന്റ് ചെയ്തു 5. അങ്ങനെ പ്രിന്റ് ചെയ്ത് 17, 19 വരെ പ്രിന്റ് ചെയ്തു നോക്കൂ. 19 പ്രിന്റ് ചെയ്തു 19 പ്രിന്റ് ചെയ്തിട്ട് ഇവിടെ വരുമ്പോൾ എന്തായി നെക്സ്റ്റ് വൺ വരുമ്പോൾ 21 ആയി അല്ലേ. 21 ആകുമ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആയി. കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ എന്ത് ചെയ്യും എക്സിറ്റ് ആവും, ലൂപ്പിൽ എക്സിറ്റ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത് ഡു വൈൽ ലൂപ്പ് പറയുന്നത് അല്ലേ. ഇത് തന്നെ നമ്മൾ ഫോർ ലൂപ്പ് വെച്ച് എഴുതിയാലോ. ഇത് തന്നെ നമ്മൾ ഫോർ ലൂപ്പ് വെച്ച് എഴുതി എങ്ങനെ എഴുതും ഫോർ ഇനിഷ്യലൈസേഷൻ അല്ലേ. ഐ = 1, ഐ <20, ഐ += 2 അല്ലേ. ഇവിടെ ഇങ്ങനെ പറയാം ഐ += 2 എന്ന് പറയാം. അപ്പോൾ ഐയുടെ കൂടെ 2 ആഡ് ചെയ്ത് ഐ തന്നെ സ്റ്റോർ ചെയ്യും, അതല്ലേ ഐ += 2 എന്ന് പറയുന്നത്. ഇതല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയണം ഐ = ഐ +2 എന്ന് പറയണം അല്ലേ. ഐ = ഐ +2 എന്ന് പറയണം. 2 കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ നമുക്കിത് സിയിൽ ഇങ്ങനെ ഒരു ഷോർട്ട് കട്ട് ഫോം അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിങ്ങനെ ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ എന്ത് പറഞ്ഞു പ്രിന്റ് ഓഫ് പറഞ്ഞു അല്ലേ. പ്രിന്റ് ഓഫ് %d /t പറഞ്ഞു. എന്നിട്ട് കോമ ഇട്ടിട്ട് എങ്ങനെ പറയാം ഐ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ സെമിക്കോൺ കൊടുക്കരുത് കേട്ടോ, സെമിക്കോൺ കൊടുത്താൽ പോയി. മനസ്സിലായില്ലേ. ഐ = 1 പറഞ്ഞു, ഐ <20 പറഞ്ഞു, ഐ += 2. ഇവിടെ സെമിക്കോണിലില്ല. അത് കഴിഞ്ഞ് പ്രിന്റ് ഓഫ് %d /t പറഞ്ഞിട്ട് ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫോർ ലൂപ്പിനകത്തുള്ള അനദർ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഈ ഇനിഷ്യലൈസേഷൻ പാർട്ടിൽ മോർ ദാൻ 1 വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യാം. ഇവിടെ മോർ ദാൻ 1 സ്റ്റെപ്പ് വാല്യൂയും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ സപ്പോസ് എനിക്ക് ഐയും ജെയും പ്രിന്റ് ചെയ്യുന്നുണ്ടെന്ന് വയ്ക്കൂ. 2 വാല്യൂ പ്രിന്റ് ചെയ്ത് പോവാണ്. 2 വാല്യൂ ഇപ്പോൾ ഇങ്ങനെ പ്രിന്റ് ചെയ്യണം. ആദ്യത്തേത് ഓഡ് നമ്പറും രണ്ടാമത്തേത് ഈവൻ നമ്പറും പ്രിന്റ് ചെയ്യണം. അങ്ങനെ പ്രിന്റ് ചെയ്ത് പോകുന്നു എന്ന് വയ്ക്കും. അപ്പോൾ ഇവിടെ വരുമ്പോൾ അടുത്തതിൽ വരുമ്പോൾ എത്ര ഇവിടെ 3 വരണം, ഇവിടെ 4 വരണം അല്ലേ. അടുത്ത് വരുമ്പോൾ എന്താണ് 5 വരണം, 6 വരണം അല്ലേ. ഇങ്ങനെ വരണം. ഇങ്ങനെ പ്രിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോർ ലൂപ്പ് എങ്ങനെ കൊടുക്കാം, ഇങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഫോർ ലൂപ്പ് എങ്ങനെ കൊടുക്കാം. ഫോർ ലൂപ്പിൽ 2 ഇനിഷ്യലൈസേഷൻ പറയണം അല്ലേ. എഫ് ഒക്കെ സ്മോൾ ആണ്. ഐ = ആദ്യത്തിൽ 1 പറഞ്ഞു, കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യാം. എന്നിട്ട് അനദർ ഇനിഷ്യലൈസേഷൻ j = 2. മനസ്സിലായോ. അപ്പോൾ ഈ ഇനിഷ്യലൈസേഷൻ അതായത് ഫസ്റ്റ് സെമിക്കോളിന് മുമ്പ് കൊടുക്കുന്നതെല്ലാം ഇനിഷ്യലൈസേഷൻ ആണ്. അപ്പോൾ ഈ
രണ്ട് ഇനിഷ്യലൈസേഷനെ എന്ത് ചെയ്യാം, കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ സെമിക്കോളൻ കൊടുത്തു. എന്താണ് കണ്ടീഷൻ? I ലെസ് ദാൻ ഈക്വൽ ടു 10 പറഞ്ഞു, അല്ല ലെസ് ദാൻ 10 എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഏതുവരെ അത് I വരുന്ന 9 വരെ I വരും അല്ലേ. അത് വരും, അത് മാത്രം പറഞ്ഞാലും മതി. രണ്ട് കണ്ടീഷൻ അല്ലെങ്കിൽ ആൻഡ് ഓപ്പറേറ്റർ ഇട്ടിട്ട് ജെയുടെ വാല്യൂ 10 ആവുന്നിടം വരെ അല്ലേ, അതും പറയാം. നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഒരു കണ്ടീഷനെ പറയുന്നുള്ളൂ, കാരണം ഈക്വൽ ടൈമാണ് പ്രിൻറ്റിങ് വരുന്നതെങ്കിൽ നമുക്ക് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മതി അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യാം, I ഇൻക്രീസ് ചെയ്യാം. I ഇൻക്രീസ് അല്ല കൊടുക്കുന്ന, I പ്ലസ് ഈക്വൽ ടു 2 കോമ ജെ പ്ലസ് ഈക്വൽ ടു 2. മനസ്സിലായോ? ഐയുടെ വാല്യൂ 1ഉം ജെയുടെ വാല്യൂ 2 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു, കണ്ടീഷൻ ചെക്ക് ചെയ്തു. I പ്ലസ് ഈക്വൽ ടു 2 കോമ ജെ പ്ലസ് ഈക്വൽ ടു 2. അപ്പോൾ 2 സ്റ്റെപ്പ് വാല്യൂ വന്നു അല്ലേ. ഇനിയിപ്പോൾ പ്രിന്റ് ചെയ്യുമ്പോൾ എങ്ങനെ പ്രിന്റ് ചെയ്യണം? ലൂപ്പിനകത്ത് കയറി പ്രിന്റ്എഫിൽ എങ്ങനെ പറയും? കോഡ്സിനകത്ത് %d/t അല്ലേ, വീണ്ടും %d. ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് ലൈൻ വേണം, ന്യൂ ലൈൻ അല്ലേ. കാരണം ഈ പ്രിന്റിങ് കഴിഞ്ഞാൽ 1, 2 ഒന്ന് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഇവിടെ വരണം അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുന്നത്? ഐയുടെ വാല്യൂ കോമ ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്തു, ജെയുടെ വാല്യൂയും പ്രിന്റ് ചെയ്തു. കണ്ട? അപ്പോൾ ആദ്യത്തെ ഡിയിൽ ഈ 1 പ്രിന്റ് ചെയ്തു, അടുത്ത ഡി %d 2 പ്രിന്റ് ചെയ്തു അല്ലേ. എന്നിട്ട് ന്യൂ ലൈൻ വരാൻ പറഞ്ഞു. അപ്പോൾ ഗ്യാപ്പിന് വേണ്ടിയിട്ടാണ് /t ഇവിടെ കൊടുത്തേക്കുന്നത്. ഫോർ ലൂപ്പ് ക്ലോസ് ചെയ്യും. കണ്ടോ? ഇവിടെ ഐയുടെ വാല്യൂ ഫസ്റ്റിൽ 1, ജെയുടെ വാല്യൂ 2, ഇത് രണ്ടും പ്രിന്റ് ചെയ്തു. ഈ 1ഉം 2ഉം പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞ് ജെ 2 ഇൻക്രീസ് ചെയ്തു, ഐയും 2 ഇൻക്രീസ് ചെയ്തു അല്ലേ. അപ്പോൾ എത്രയായി? അത് 3ഉം 4ഉം ആയി. മനസ്സിലായി? അപ്പോൾ 3ഉം 4ഉം പ്രിന്റ് ചെയ്യിപ്പിച്ചു. വീണ്ടും എന്തായി? 5ഉം 6ഉം ആയി. മനസ്സിലായോ? അപ്പോൾ 5ഉം 6ഉം പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് പലയിടത്തും നമുക്കിത് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് അറേസ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, അതായത് 2 ഡയമെൻഷണൽ അറേ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഇനിഷ്യലൈസേഷൻ്റെ ആവശ്യങ്ങളൊക്കെ നമുക്ക് വരും. ഓക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ വേണം അത് ആ സ്ഥലത്ത് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നമുക്ക് മോർ ദാൻ ഇനിഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ലൂപ്പിന് പുറത്ത് വേണമെങ്കിൽ നമുക്ക് ഒരെണ്ണം ഇനിഷ്യലൈസ് ചെയ്ത് പോവാം. പക്ഷേ സ്റ്റെപ്പ് വാല്യൂ 2 നമുക്ക് കൊടുക്കണ്ടേ? ഇവിടെ 2 സ്റ്റെപ്പ് വാല്യൂ കൊടുക്കണ്ടേ? അപ്പോൾ സ്റ്റെപ്പ് വാല്യൂ 2 കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പം അത് നമുക്ക് 2 പ്രാവശ്യം പറയേണ്ടി വരും അല്ലേ. വേണമെങ്കിൽ ഒന്ന് ലൂപ്പിനകത്തും ഒന്ന് ഇവിടെ അങ്ങനെയും കൊടുക്കാം. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ഈ ഫോർ ലൂപ്പിൽ എത്ര ഇനിഷ്യലൈസേഷൻ വേണമെങ്കിൽ ഈ ഫസ്റ്റ് സെമിക്കോളിന് മുമ്പ് കൊടുക്കാം. അതുപോലെ എത്ര സ്റ്റെപ്പ് വാല്യൂ വേണമെങ്കിലും ആ രണ്ടാമത്തെ സെമിക്കോളിൽ കഴിഞ്ഞിട്ട് കൊടുക്കാം ബ്രാക്കറ്റിനകത്ത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് പോകണം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ ഏറ്റവും സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്ന ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇതിൽ കുറച്ചുകൂടെ ഇതായിട്ട് നെസ്റ്റഡ് പിന്നെ ലൂപ്പിംഗ് ഒക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ നെസ്റ്റഡ് ഇഫ് പറഞ്ഞില്ലേ, ഒരു ഇഫിനകത്ത് അനന്തർ ഇഫ് പറഞ്ഞു. അതുപോലെ നെസ്റ്റഡ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത ദിവസം പറയാം. അടുത്ത ദിവസം അതും പറഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കൂടെ നമുക്ക് ചെയ്ത് കാണിക്കാം. ഓക്കെ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.